പാലക്കാട് പനയമ്പാടത്ത് വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സ്ഥലത്ത് സ്ഥിരമായി ഡിവൈഡർ സ്ഥാപിക്കും. ബസ് ബേയും മാറ്റി സ്ഥാപിക്കും. ഡിവൈഡർ സ്ഥാപിക്കാൻ 1 കോടി രൂപ ദേശീയപാത അതോറിറ്റി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ടായാൽ 6 മാസം പെർമിറ്റ് റദ്ദാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടായ റോഡ് അപകടങ്ങളുടെ സാഹചര്യത്തിലാണ് ദേശീയ അതോറിറ്റി അധികൃതരും ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ചർച്ച നടത്തിയത്. കഴിഞ്ഞ ദിവസം അപകടമരണമുണ്ടായ പാലക്കാട് പനയമ്പാടത്ത് സ്ഥിരമായി ഡിവൈഡർ സ്ഥാപിക്കാനും ബസ് ബേ മാറ്റി സ്ഥാപിക്കാനും തീരുമാനമായി. ഡിവൈഡർ സ്ഥാപിക്കാൻ 1 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിക്കും. ഊരാളുങ്കൽ സൊസൈറ്റിയെയാണ് കരാർ ഏൽപ്പിക്കുന്നത്. റോഡിന്റെ വേഗത കുറയ്ക്കാനുള്ള നടപടികൾ നിലവിൽ തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നാട്ടുകാർ മുന്നോട്ട് വെച്ചതും വിദഗ്ധ സംഘം പാലക്കാട് IIT അടക്കം മുൻപ് റിപ്പോർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും 5 കാര്യങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത്. അത് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഫ്ലാഷ് ലൈറ്റുകൾ സ്ഥാപിക്കും. അത് മോട്ടോർ വെഹിക്കിൾ MED പാലക്കാട് RTO ഉദ്യോഗസ്ഥന്മാരെ RTOയും കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടെ മറ്റൊരു ബ്ലാക്ക് സ്പോട്ടായി മാറിയിരിക്കുന്ന മുണ്ടൂർ ജംഗ്ഷനാണ്. മുണ്ടൂർ ജംഗ്ഷനിലും KSTP റോഡും നാഷണൽ ഹൈവേയും തമ്മിൽ വരുന്നിടത്ത് വലിയ അപകടം ഉണ്ടാവണം. അതിനെപ്പറ്റി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിൽ ചെറിയ മാറ്റങ്ങൾ അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രയൽ ആരംഭിക്കും. മുണ്ടൂർ റോഡിലും MVD നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തും. അതേസമയം സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ടായാൽ 6 മാസം പെർമിറ്റ് റദ്ദാക്കാനും തീരുമാനമായി. വണ്ടിയിടിച്ച് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായാൽ 3 മാസം പെർമിറ്റ് റദ്ദാക്കും. സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ക്ലീനർമാർക്കും പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പിന്നെ കണ്ടക്ടർമാർ ഡ്രൈവർമാർക്ക് ഇവർക്കൊന്നും യാതൊരു ട്രെയിനിങ്ങും മര്യാദയൊന്നും. എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാരെയും പ്രൈവറ്റ് ബസ് ഡ്രൈവർ കണ്ടക്ടർ ക്ലീനർ ഇവരുടെ നിയമനം ഇനി പോലീസ് വെരിഫിക്കേഷൻ വാങ്ങിക്കൊണ്ട് മാത്രമേ നടത്താൻ പറ്റൂ. എല്ലാ RTO ജോയിൻ്റ് RTO ഓഫീസുകളിലും ഡ്രൈവർ കണ്ടക്ടർ ക്ലീനർ ഈ 3 കൂട്ടർക്കും ട്രെയിനിങ് ആരംഭിക്കാൻ പോകാം. എങ്ങനെയാണ് വണ്ടിയിൽ പെരുമാറേണ്ടത്, വണ്ടിയുടെ ഡോർ എങ്ങനെ അടയ്ക്കണം, വണ്ടി എങ്ങനെ ഓടിക്കണം, വണ്ടിയിൽ വരുന്നതോടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ട്രെയിനിങ് നടത്താനുണ്ട്. ബസ്സുകളുടെ മത്സരയോട്ടം തടയാൻ ജിയോ ടാഗ് വെക്കും. അടുത്ത വർഷം മാർച്ചിനുള്ളിൽ ബസ്സുകളിൽ ക്യാമറ സ്ഥാപിക്കണമെന്നും മന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.